എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുപോലത്തെ പൗഡറിൻ്റെ ഡബ്ബയാണ് റീയൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഈ സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ബോട്ടിൽ ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് തുറന്നതിന് ശേഷം ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കത്രിക എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി നമ്മൾ കട്ടർ വെച്ചിട്ട് തന്നെ ഈ ഒരു എഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹലോ കിറ്റി തീമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ പിങ്ക് കളർ പെയിൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫുള്ളായിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ലൈൻസ് പോലെയുള്ള ഭാഗത്ത് ജസ്റ്റ് പിങ്ക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലൈന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അക്രിലിക് മാർക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പിങ്ക് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ ഈ ഒരു മിഡിൽ പോർഷനില്ലേ, അവിടെ നമ്മൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് വെച്ചിട്ട് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹലോ കിറ്റി തീം ചെയ്യുന്നതുകൊണ്ട് ഹലോ കിറ്റിയുടെ 2 ഇമേജസ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു പിങ്കിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഈസി ആയിട്ടൊരു പെൻസിൽ ബോക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ പൗഡറിൻ്റെ ഡബ്ബയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമ്മളുടെ പെന്നും പെൻസിലും അതുപോലെ സ്കെയിലും ഒക്കെ വെക്കാൻ സ്പേസ് ഉണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ക്ലോസ് ആയി നിൽക്കുകയും ചെയ്യും. അപ്പം സ്കൂളിൽ കൊണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റേഷനറി ഒക്കെ സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.